നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 മാർച്ച് മാസത്തെ ഭരണി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. ഭരണി നക്ഷത്രക്കാർക്ക് ഈ മാസം നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ടെങ്കിലും അനാവശ്യമായിട്ടുള്ള കുറച്ച് യാത്രകൾ വേണ്ടി വരാനും അതുകൊണ്ട് ശാരീരിക ക്ഷീണം, ധനനഷ്ടം പോലെയുള്ള കാര്യങ്ങൾക്കും യോഗമുള്ള സമയമാണ്. അതേപോലെ തന്നെ ലോണ് പോലെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അത് കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ്. സധനോ അന്ത്യ എന്ന് പറയുന്ന യോഗം ചെയ്ത് ഉച്ച ബലവാനായിട്ട് ശുക്രൻ നിൽക്കുന്ന കാരണമുണ്ട് സാമ്പത്തിക സംബന്ധമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിലും നിവർത്തി സ്ഥാനാധിപതി 12 നിൽക്കുന്നുണ്ട്. നമുക്ക് അനുകൂലമായിരിക്കുന്ന ഗുണഫലം മറ്റ് സ്ഥലങ്ങളിൽ നിന്നും അന്യദേശത്തു നിന്നും കിട്ടാനുള്ളൊരു യോഗമാണ് കാണുന്നത്. ഒന്നാമത് 3-ലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അതേപോലെ 7 ശനിയുടേതായിരിക്കുന്ന ദോഷമുണ്ട്. അപ്പോൾ നല്ല പ്രതീക്ഷ ഉണ്ടായിട്ട് പെട്ടെന്ന് നിരാശ ഉണ്ടാകുന്ന രീതിയിലുള്ള വിഷയങ്ങളൊക്കെ പ്രതിഫലം കിട്ടുന്ന സമയത്ത് നമ്മൾ പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന പ്രതിഫലം കിട്ടുമ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടൊക്കെ മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കാനും സാധ്യതയുണ്ട്. മാത്രമല്ല, എങ്ങനെ ചിലവ് നിയന്ത്രിച്ചാലും നമ്മൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചിലവ് വർദ്ധിക്കാൻ സാധ്യതയുള്ള സമയമാണ്. മേജറായിട്ടും ഭാതാസ്ഥാനത്ത് രാഹു നിൽക്കുന്നത് ബുധനോടും ചൊവ്വയോടും ചേർന്നാണ്. അപ്പോൾ ചന്ദ്രലഗ്നാധിപതി ചൊവ്വ ബുധനോടും രാഹുവിനോടും ചേർന്ന് ഭാതാസ്ഥാനത്ത് നിൽക്കുന്ന നേരം മറവി പോലെയുള്ള പ്രശ്നങ്ങൾ, സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക, ഇടയ്ക്കിടയ്ക്ക് തലവേദന ഉണ്ടാകുക, അതുപോലെ തന്നെ കൈകൾക്ക് വേദന പോലെയുള്ള പ്രശ്നങ്ങൾ, കാലിൻ്റെ മുട്ടിന് താഴോട്ടുള്ള ഭാഗത്തുള്ള രോഗാവസ്ഥ, വേദന, ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾക്കൊക്കെ യോഗമുള്ളൊരു സമയമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാഗപൂജ ചെയ്യാനും ഗണപതി ഹോമം നടത്താനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ പ്രത്യേകിച്ചും 7 ശനി ആയത് കാരണം കൊണ്ട് ശനിദോഷ പരിഹാരമായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. വ്യാഴത്തിൻ്റേതായിരിക്കുന്ന പൂർണ്ണമായിരിക്കുന്ന ഗുണമില്ല, കാരണം ഭാഗ്യാധിപതിയാണ് അപജയസ്ഥാനത്ത് പോയി നിൽക്കുന്നത്. അപ്പം ഭാഗ്യവർദ്ധന വേണ്ടിയിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസുക്താർച്ചനയും നെയ്വിളക്കം കഴിപ്പിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുക, ക്ഷേത്ര ദർശനം നടത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ വലിയ തടസ്സങ്ങളില്ലാതെ സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകാനായിട്ട് യോഗം കാണുന്നുണ്ട്. അതേപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധക്കുറവ് ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സമയമാണ്. എല്ലാ ഭൗതിക സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും എന്ന് പറയുന്നൊരു ഗുണമുണ്ട്. എങ്കിൽ പോലും ഏകാഗ്രതക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അഗ്നികാരകനായിരിക്കുന്ന ബുധനോട് ചേർന്നിട്ടാണ് ബുദ്ധികാരകനായിരിക്കുന്ന ബുധൻ ലഗ്നത്തിൻ്റെ ഭാതാസ്ഥാനത്ത് നിൽക്കുന്നത്. തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് തൊഴിൽ കിട്ടാനായിട്ട് യോഗമുള്ളൊരു സമയമൊക്കെ തന്നെയാണ്. എങ്കിലും ദൈവാധീനം ഉണ്ടാകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെയാണ് 5-ാം ഭാവത്തിൽ നിൽക്കുന്ന കേതു. അത് സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷനും മാനസികമായിട്ടുള്ള പിരിമുറുക്കം പോലെയുള്ള വിഷയങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ദാമ്പത്യ വിഷയത്തിലുള്ള ചെറിയ പ്രശ്നങ്ങൾ. ഇപ്പോൾ 5-7 ഭാവാധിപന്മാർ ഒരുമിച്ച് നഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന കാരണം കൊണ്ട് പ്രേമബന്ധങ്ങൾ നഷ്ടപ്പെടുക, ദാമ്പത്യ സംബന്ധമായിട്ട് ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക, പരസ്പര ആകർഷണം കുറയുക, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾക്കും കൂടി യോഗമാണ്. കാരണം ശനി സന്യാസ യോഗമായി ചെയ്യുന്നത് ശനിയോട് ചേർന്ന ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിരിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളും തടസ്സങ്ങളും ഒക്കെ അനുഭവത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ശനി ഈശ്വരൻ നീരാഞ്ജനം വഴിപാട് ചെയ്യുന്ന കാര്യത്തിൽ മുടക്കം വിചാരിക്കാതെ ഇരിക്കുക. അതിനോടൊപ്പം തന്നെ ക്ഷേത്ര സമർപ്പണം ചെയ്യാനും മേൽപ്പറയപ്പെട്ട പരിഹാരങ്ങൾ ചെയ്യാനും പ്രത്യേകം യോഗം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.